ഇനി നമ്മൾ 90-ാമത്തെ പേജിൽ കോമൺ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ കോമൺ മൂവ്മെൻറ്റ്സ് എന്ന ഭാഗത്തേക്കാണ് കടന്നു വരുന്നത്. അപ്പോൾ നമുക്ക് 18-ാമത്തായിട്ട് ഒരു ചോദ്യം ഇങ്ങനെ രൂപപ്പെടുത്താം. വാട്ട് ആർ ദ കോമൺ മൂവ്മെൻറ്റ്സ് സീൻ ഇൻ ഓൾ ഓർഗാനിസം? ഏതെല്ലാം ആണ് സാധാരണയായിട്ട് കോമൺ ആയിട്ട് എല്ലാ ജീവജാലങ്ങളിലും കാണപ്പെടുന്ന ചലനം ഏതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളിലും പൊതുവായി കാണുന്ന, കോമൺ എന്ന് വെച്ചാൽ പൊതുവായി കാണുന്ന ചലനം ഏത് അല്ലെങ്കിൽ ഏതെല്ലാമാണ്? അപ്പോൾ നമുക്ക് അതിന് ഉത്തരം എങ്ങനെ എഴുതാം? ദ മൂവ്മെൻറ്റ്സ് ഓഫ് സബ്സ്റ്റൻസ് ത്രൂ, അതായത് ജീവജാലങ്ങളിലൂടെ എങ്ങനെയുള്ള എന്തിൻ്റെ ചലനങ്ങൾ? അതായത് പദാർത്ഥങ്ങളുടെ സഞ്ചാരം. അതായത് എല്ലാ ജീവജാലങ്ങളിലും നമ്മൾ മൂവ്മെൻറ്റ്സ് ഓഫ് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ പദാർത്ഥങ്ങളുടെ സഞ്ചാരമുണ്ട്. അത് ഏതെല്ലാം പ്രകാരത്തിലായിരിക്കും കാണുന്നത്? ഓസ്മോസിസ് വികാരം. ഓസ്മോസിസ് എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ്സ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം എ solution with a high concentration of water molecules to a solution with a lower concentration of water molecules through cells partially permeable membrane. അതായത് ഒരു പാർഷ്യലി പെർമെയിൽ മെമ്പറിനയിലൂടെ ഉപ്പിൻ്റെ അംശം അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത്? മോളിക്യൂൾസ് എ സൊല്യൂഷൻ വിത്ത് എ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ. അതായത് ഏതൊരു സ്ഥലത്താണോ കൂടുതലായിട്ട് ഒരു പദാർത്ഥത്തിൻ്റെ സൊല്യൂഷൻ ഉള്ളത്, അവിടെ നിന്നും കുറഞ്ഞ സൊല്യൂഷൻ ഉള്ള പ്രദേശത്തേക്ക്, മോളിക്യൂൾസ് കുറഞ്ഞ അംശം ഉള്ള സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു? വാട്ടർ മോളിക്യൂൾസ് അവയെയും കൊണ്ട് പോകുന്നു. എന്തിലൂടെ? ഒരു മെമ്പറൈനിലൂടെ, പാർഷ്യലി മെമ്പറബിൾ മെമ്പറൈനിലൂടെ, ഒരു തടസ്സത്തിൽ കൂടെ കൊണ്ടുപോകുന്നു. ഇറ്റ് ഈസ് എ മൂവ്മെൻറ്റ്സ് ഓഫ് വാട്ടർ മോളിക്യൂൾസ്. അതായത് ഇത് വാട്ടറിൻ്റെ, ജലത്തിൻ്റെ ചലനമാണ്. ഫ്രം എ സൊല്യൂഷൻ, ഒരു ദ്രാവക രൂപത്തിലുള്ള ചലനത്തിൽ നിന്നും വിത്ത് എ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ്, എവിടെയാണോ കൂടുതലായിട്ട് വാട്ടർ കോൾസ് ഉള്ളത്, ഫ്രം ദെയർ ടു എ ലോവർ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ്, അവിടെ നിന്നും ഒരു കുറഞ്ഞ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള സ്ഥലത്തേക്ക്, കുറഞ്ഞ ഗാഢതയുള്ള സ്ഥലത്തേക്ക് ജലത്തിൻ്റെ കണികകളുടെ വ്യാപനം എങ്ങനെയാണ്? ത്രൂ എ പാർഷ്യലി പെർമിയബിൾ മെമ്പറൈൻ. അതായത് പൂർണ്ണമായിട്ടും അനുവദിക്കുന്നതല്ല, ഒരു പാർഷ്യലി പെർമിയബിൾ സമ്മതിക്കുന്ന ഒരു മെമ്പറൈനകത്തൂടെ ജലത്തിൻ്റെ കണിക കൂടുതലുള്ള സ്ഥലത്ത് നിന്നും ജലത്തിൻ്റെ കണിക കുറവുള്ള സ്ഥലത്തേക്കുള്ള പോക്കിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഒരു കാര്യം ഓർക്കുക, ഇവിടെ കോമൺ മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഓസ്മോസിസ് എന്ന് പറയുന്നു. ഇനി വാട്ട് ഈസ് ഓസ്മോസിസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത് എഴുതുക. രണ്ടാമതായിട്ട് തന്നിരിക്കുന്ന ഡിഫ്യൂഷൻ എന്നാണ്. എന്താണ് ഡിഫ്യൂഷൻ? വാട്ട് ഈസ് ഡിഫ്യൂഷൻ? ഇറ്റ് ഈസ് ദ നെറ്റ് മൂവ്മെൻറ്റ്സ് ഓഫ് എനിത്തിങ് ജനറലി ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ദി റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. അതായത് കൂടിയ സ്ഥലത്തു നിന്നും കുറഞ്ഞ സ്ഥലത്തേക്കുള്ള ആ പദാർത്ഥത്തിൻ്റെ ചലനത്തെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ കാണുന്ന ഏതാണെന്ന് അറിയാമോ? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഏതാണ്? ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ്സ് ഓഫ് മോളിക്യൂൾസ് ഓർ അയോൺസ് അക്രോസ് സെൽ മെംബ്രെയിൻ ഫ്രം എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ. അതായത് അയോണുകളുടെ ചലനമാണ്. എങ്ങനെയാണ്? കൂടിയ സ്ഥലത്ത് നിന്നും കുറഞ്ഞ സ്ഥലത്തേക്കുള്ള അയോണുകളുടെ ആ ഒരു ചലനമുണ്ടല്ലോ, അതിനെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ തന്നെ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ട്. ഈ ഒറ്റ ചോദ്യത്തിന് ഉത്തരത്തിൽ തന്നെ ഒന്ന് വാട്ട് ഈസ് ഓസ്മോസിസ് എന്നുള്ളത്, രണ്ടാമത്തത് എന്താണ് ഡിഫ്യൂഷൻ, വാട്ട് ഈസ് ഡിഫ്യൂഷൻ, മൂന്നാമത്തത് വാട്ട് ഈസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് 18-ാമത്തെ ചോദ്യം നോക്കുക. വാട്ട് ആർ ദ കോമൺ മൂവ്മെൻറ്റ്സ് സീൻ ഇൻ ഓർഗാനിസം? ഒരു വലിയ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ ഈ വിവരങ്ങളെല്ലാം എഴുതണം. ഇല്ല എങ്കിൽ നിങ്ങൾ ഓസ്മോസിസ് എന്ന് എഴുതുക, ഡിഫ്യൂഷൻ എന്ന് എഴുതുക, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് എഴുതുക. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ എഴുതണം അതർ കോമൺ മൂവ്മെൻറ്റ്സ് ആർ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ആൻഡ് ന്യൂട്രിയൻസ്. നമുക്കറിയാം ന്യൂട്രിയൻസും അതുപോലെ തന്നെ ഗ്യാസുകളും നമ്മുടെ ശരീരത്തിനകത്തേക്കും പുറത്തേക്കും പോകുന്നുണ്ട്. പിന്നെ എന്താണ്? എക്സ്പെൽഷൻ ഓഫ് വേസ്റ്റ്, അതായത് നമ്മളുടെ ശരീരത്തിൽ നിന്നും വിസർജിച്ചു പോകുന്ന ആ വേസ്റ്റ് പല രീതിയിലുണ്ട്. ഇവയെല്ലാം എന്തിന് ഉദാഹരണങ്ങളാണ്? കോമൺ മൂവ്മെൻറ്റ്സിന് ഉദാഹരണമാണ് ഒരു ജീവജാലത്തിൽ. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഏതാണ്? ഇലിസ്ട്രേഷൻ 4.2 മൂവ്മെൻറ്റ്സ് ഇൻ ദ ലിവിങ് വേൾഡ്. അതായത് ഇലിസ്ട്രേഷൻ 4.2-ൽ മൂവ്മെൻറ്റ്സ് ഇൻ ദ ലിവിങ് വേൾഡ്, അതായത് ജീവജാലങ്ങൾ അല്ലെങ്കിൽ ജീവലോകത്തെ ചലനങ്ങൾ എന്ന ഭാഗത്തിൻ്റെ എന്തിലേക്കാണ്?
ഇൻഡിക്കേറ്റേഴ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ ഇൻഡിക്കേറ്റേഴ്സ് എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒന്ന് മൂവ്മെന്റ്സ് ഇൻ പ്ലാന്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് ഞാനൊരു ചോദ്യ രൂപത്തിലേക്കാണ്. റൈറ്റ് എക്സാമ്പിൾ ഫോർ ദ മൂവ്മെന്റ്സ് ഓഫ് പ്ലാന്റ്സ്. സീഡ് ജെർമിനേഷൻ, ചേഞ്ച് ഇൻ ദ പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ് അക്കോർഡിംഗ് ടു ദ സ്റ്റിമുലി ആർ എക്സാമ്പിൾസ് ഓഫ് പ്ലാന്റ് മൂവ്മെന്റ്സ്. അതായത് വിത്തിൻ്റെ മുളയ്ക്കലും അതുപോലെ തന്നെ സ്റ്റിമുലിക്ക് അനുസൃതമായിട്ടുള്ള മാറ്റം. പിന്നെ അതർ മൂവ്മെന്റ്സ് ഫൗണ്ട് ഇൻ ദ പ്ലാന്റ്സ് ആർ, നമ്മൾ ഓൾറെഡി മോളി പറഞ്ഞു, കോമൺ മൂവ്മെന്റ്സ് ഏതെല്ലാമാണ്? ഓസ്മോസിസും ഡിഫ്യൂഷനും ആക്റ്റീവ് ട്രാൻസ്പോർട്ടും ട്രാൻസ്പോർട്ട് ഓഫ് ദ ഗ്യാസസ്, ന്യൂട്രിയൻസ്, എക്സ്പൾഷൻ ഓഫ് ദ വേസ്റ്റ്, ഇവയെല്ലാമാണ്. രണ്ടാമതായിട്ട് തന്നിരിക്കുന്ന മൂവ്മെന്റ്സ് ഇൻ അനിമൽസ് എന്നുള്ളതാണ്. നമുക്കറിയാം മൂവ്മെന്റ്സ് ഓഫ് മൃഗങ്ങളിലുള്ള ചലനങ്ങൾ ഏതെല്ലാമാണ്? പ്രത്യേകമായിട്ടുള്ള ചലനമാണ് മൂവ്മെന്റ് ഓഫ് സ്പേം. രണ്ടാമതായിട്ടുള്ള എന്താണ്? പെരിസ്റ്റാൾസിസ്. മൂന്നാമതായിട്ട് പിന്നെ എന്താണ്? ഹാർട്ട് ബീറ്റ്, അതുപോലെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ, പിന്നെ വാക്കിംഗ്, റണ്ണിങ്, ജമ്പിങ്, ഇവയെല്ലാം നമുക്ക് എഴുതാം. പിന്നെ കോമൺ ആയിട്ടുള്ള ഇത് തന്നിട്ടുണ്ട് നമുക്ക് ഏതെല്ലാമാണ്? ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഇങ്ങനെയുള്ളതെല്ലാം ഗ്യാസസ് ആൻഡ് ന്യൂട്രിയൻസിൻ്റെ ട്രാൻസ്പോർട്ട്, എക്സ്പൾഷൻ ഓഫ് വേസ്റ്റ് എക്സെട്ര. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് ഇങ്ങനെ എഴുതാം. മൂവ്മെന്റ്സ് ഓഫ് സ്പേം ഒന്നാമതായിട്ടുള്ള ജന്തുവിലുള്ള ചലനമാണ്. റിതമിക് മസിൽസ് മൂവ്മെന്റ്സ് പ്രൊപ്പൽ ദ സ്പേം ഫോർവേഡ്. അതായത് നമ്മൾ സ്പേമിൻ്റെ പടം കണ്ടാൽ അറിയാം, അതിനൊരു വാല് പോലെയുണ്ട്, അതൊരു പ്രൊപ്പല്ലർ പോലെ ഇങ്ങനെ ലിക്വിഡ് ആയിട്ടുള്ളതിനകത്ത് തുഴഞ്ഞു പോകുന്നു. രണ്ടാമതായിട്ടുള്ള ഒരു ചലനമാണ് പെരിസ്റ്റാൾസിസ്. പെരിസ്റ്റാൾസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇൻവോളണ്ടറി മസിൽസ് മൂവ്മെന്റ് ദാറ്റ് മൂവ് ഫുഡ് ത്രൂ അവർ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട്. അതായത് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിലൂടെ ആ ഭക്ഷണ പദാർത്ഥം നമ്മളുടെ ശരീരത്തിൽ ദഹന പ്രക്രിയയ്ക്ക് വേണ്ടി പോകുന്നത് ജന്തുക്കളിലുള്ള ഒരു ചലനമാണ്. പിന്നെ ഉണ്ട് ഹാർട്ട് ബീറ്റ്, അതായത് ഹൃദയത്തിൻ്റെ ചലനം, സർക്കുലേഷൻ ഓഫ് ബ്ലഡിൻ്റെ ചലനം, പിന്നെ വാക്കിംഗ്, റണ്ണിങ്, ജമ്പിങ്, ഇവയെല്ലാം ഉദാഹരണങ്ങളാണ്. അതർ മൂവ്മെന്റ്സ് ഫൗണ്ട് ഇൻ അനിമൽസ് ആർ ദ മൂവ്മെന്റ്സ് ഓഫ് സബ്സ്റ്റൻസസ് ത്രൂ ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്, ന്യൂട്രിയൻസ്, എക്സ്പൾഷൻ ഓഫ് വേസ്റ്റ് എക്സെട്ര. ഇതെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നവയാണ്, ഇത് ഓൾറെഡി പറഞ്ഞതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതിനകത്ത് തന്നിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? മൂന്നാമത്തതായിട്ടുള്ള കോമൺ മൂവ്മെന്റ്സ് എന്താണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ദ മൂവ്മെന്റ്സ് ഓഫ് സബ്സ്റ്റൻസ് ത്രൂ ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഗ്യാസ് ആൻഡ് ന്യൂട്രിയൻസ്, എക്സ്പൾഷൻ ഓഫ് വേസ്റ്റ്, ഇവയെല്ലാം എന്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവയെല്ലാമാണ് നമുക്ക് എന്ന് പറയുന്നത് ജന്തുക്കളിൽ കാണുന്ന കോമൺ മൂവ്മെന്റ്സ്. ഇനി നമ്മൾ പോകുന്ന എന്താണ്? ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്ന ഒരെണ്ണം കൂടിയുണ്ട്, മൈക്രോസ്കോപ്പിക് ആൻഡ് മാക്രോസ്കോപ്പിക് മൂവ്മെന്റ്സ്. അപ്പോൾ ഈ മൈക്രോസ്കോപ്പിക് മൂവ്മെന്റ്സും മാക്രോസ്കോപ്പിക് മൂവ്മെന്റ്സ് എന്താണെന്നും കൂടി നമുക്ക് ഇതിനകത്ത് ഇൻഡിക്കേറ്ററിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് പോകാം. മൈക്രോസ്കോപ്പിക് ആൻഡ് മാക്രോസ്കോപ്പിക് മൂവ്മെന്റ്സ് ഏതെല്ലാമാണ്? മൈക്രോസ്കോപ്പിക് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ്മെന്റ്സ് യൂസിങ് ഫജല്ല ഇൻ ബാക്ടീരിയ, സ്യൂഡോപോഡിയ ഇൻ അമീബ ആൻഡ് സീലിയ ഇൻ പാരാമ്യൂസിയം ആർ എക്സാമ്പിൾസ് ഓഫ് ഡൈവേഴ്സിറ്റി ഓഫ് മൂവ്മെന്റ്സ് ഇൻ വേരിയസ് മൈക്രോ ഓർഗാനിസം. ഓക്കെ, മൈക്രോ ഓർഗാനിസംസിൻ്റെ മൂവ്മെൻറ്റുകളാണ്, അല്ലെങ്കിൽ അവയെല്ലാം മൈക്രോസ്കോപ്പിക് മൂവ്മെൻറ്റ് എന്ന് പറയാം. അതായത് മൈക്രോസ്കോപ്പിക് മൂവ്മെൻറ്റ് ഉദാഹരണം ഏതാണ്? മൂവ്മെന്റ്സ് യൂസിങ് ഫജല്ല ഇൻ ബാക്ടീരിയ, ഫജല്ല ഉപയോഗിച്ചുള്ള ചലനം, സ്യൂഡോപോഡിയ അമീബ, സ്യൂഡോപോഡിയ ഉപയോഗിച്ചുള്ള ചലനം, സീലിയ ഉപയോഗിച്ചുള്ള പാരാമീസിയത്തിൻ്റെ ചലനം, ഇവയെല്ലാം ഡൈവേഴ്സിറ്റി ഓഫ് മൂവ്മെൻറ്റ്, വ്യത്യസ്തങ്ങളായ ചലനം. എന്തിനാണ്? വേരിയസ് മൈക്രോ ഓർഗാനിസം, വ്യത്യസ്തങ്ങളായ മൈക്രോ ഓർഗാനിസത്തിലും ഉള്ള മൈക്രോസ്കോപ്പിക് മൂവ്മെൻറ്റ്സിൻ്റെ ഉദാഹരണങ്ങളാണ്. അടുത്തതായിട്ട് ഏതാണ്? മാക്രോസ്കോപ്പിക് മൂവ്മെൻറ്റ്. എന്താണ് മാക്രോസ്കോപ്പിക് മൂവ്മെൻറ്റ്? മാക്രോസ്കോപ്പിക് തിങ്സ് ആർ ലാർജ് ഇനഫ് ടു ബി സീൻ വിത്തൗട്ട് യൂസിങ് മൈക്രോസ്കോപ്പ്. അതായത് മാക്രോസ്കോപ്പിക് മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾ എന്ന് പറഞ്ഞാൽ അവയെ മൈക്രോസ്കോപ്പിൻ്റെ സഹായമില്ലാതെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മെനി ക്രീച്ചേഴ്സ് ഫ്രം ആൻറ്റ്സ് ടു എലിഫൻ്റ് ആർ മാക്രോസ്കോപ്പിക്. അതായത് ഈ എന്താണ് പറയുന്നത്, ഉറുമ്പ് മുതൽ ആന വരെയുള്ള ജീവജാലങ്ങളെല്ലാം എന്താണ്? മാക്രോസ്കോപ്പിക്കാണ്. Their outward movements like walking, running, jumping, etc. are examples for the macroscopic. അവയുടെ പുറമേയുള്ള ആ ചലനങ്ങളിനെ എന്താണ് നമ്മൾ പറയുന്നത്? മാക്രോസ്കോപ്പിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത ഒരു വീഡിയോയിലേക്ക് പോകാം.